BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. തൃണമൂൽ കോൺഗ്രസിന് പുതിയ ദേശീയ പ്രവർത്തക സമിതി രൂപവൽക്കരിച്ച് കൃതപ്രദ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള വിമത തൃണമൂൽ വിഭാഗം മമതയെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും അഭിഷേക് ബാനർജിയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നീക്കിയ യോഗം പുതിയ ഭാരവാഹികൾക്കിടയിൽ 30 അംഗ സമിതിയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതേസമയം ഇവർ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി തങ്ങളുടെ ഉപദേശകയുടെ സ്ഥാനത്ത് തുടരണമെന്നാണ് മുന്നോട്ട് വെക്കുന്നത്. നിലവിൽ ഹൗറയിൽ നിന്നുള്ള MLA അനൂപ് ചക്രവർത്തി അധ്യക്ഷനായാണ് പുതിയ സമിതി രൂപവൽക്കരിച്ചത്. കൂടാതെ അനൂപ് റോയിയെയാണ് ഇവർ ചെയർപേഴ്സണായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ നിയമാവലി അനുസരിച്ച് 3 വർഷത്തിലൊരിക്കൽ ദേശീയ പ്രവർത്തക സമിതി പുനഃസംഘടിപ്പിക്കണമെന്നും 2022 ശേഷം അതുണ്ടായില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് വിമത MLA-മാരുടെ യോഗം വിളിച്ചു കൂട്ടിയതും നിലവിലുള്ള സമിതി പിരിച്ചുവിടാൻ തീരുമാനിച്ചതുമെന്നാണ് വാദം. ബഡ്ജറ്റ് സമ്മേളനം കഴിഞ്ഞയുടൻ ഒരു ഹോട്ടലിലായിരുന്നു ഇവരുടെ യോഗം നടന്നത്. 60 വിമത MLA-മാരും കൊൽക്കത്ത കോർപ്പറേഷനിലെ 70 മുൻ കൗൺസിലർമാരുമായിരുന്നു ഇതിൽ പങ്കെടുത്തത് എന്നാണ് വിവരം. കൂടാതെ ഇനി നേതൃമാറ്റത്തിന് അവകാശവാദവുമായി വിമതർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റികളും പുനഃസംഘടിപ്പിക്കുമെന്നാണ് വിമതപക്ഷം അറിയിച്ചിട്ടുള്ളത്. എന്നാൽ CPIM-ൽ നിന്നും തൃണമൂലിലേക്ക് വന്ന കൃതപ്രതയ്ക്കും കൂട്ടർക്കും പാർട്ടിയിൽ എന്ത് പ്രാധാന്യമുള്ളതെന്നാണ് TMC MP സൗഗത റോയി ചോദിക്കുന്നത്. ഇതിൽ TMC നേതാവ് കുനാൽ ഘോഷ് ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിരുന്നു. പാർട്ടിയും പേരും ചിഹ്നവും വിമതർ ദുരുപയോഗം ചെയ്തുവെന്നും മമതാ ബാനർജിയുടെ നേതൃത്വത്തെ വഞ്ചിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നുമാണ് കുനാൽ പറഞ്ഞത്. ചില നേതാക്കൾ പല സമ്മർദ്ദങ്ങളുടെയും മേലെയാണ് പ്രവർത്തിക്കുന്നതെന്നും പാർട്ടി നേതൃത്വത്തിന് നേരെ നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ ബംഗാൾ ജനത തള്ളിക്കളയുമെന്നും കുനാൽ ഒപ്പം വാദിച്ചു. എന്നാൽ പാർട്ടി ഫണ്ടിലും സംഘടനയ്ക്കുള്ള വരുമാന സ്രോതസ്സുകളിലും അന്വേഷണം വേണമെന്ന ആവശ്യമായിരുന്നു കൃതപ്രദ ഉയർത്തിയിരുന്നത്. ഇതിനെതിരെ വിമത MLA-മാർ പാർട്ടി അക്കൗണ്ടിൽ നിന്നും പിൻവലിച്ച ഫണ്ടുകൾ തിരികെ നൽകണമെന്നാണ് കുനാൽ ഘോഷ് മറുപടി നൽകിയത്. അതേസമയം സ്വന്തം പാർട്ടി ചേരി തിരിഞ്ഞു നിൽക്കുമ്പോൾ വലിയ പ്രതിസന്ധിയാണ് മമത നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.